അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഏറെ സ്നേഹമുള്ള ബഹുമാനമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിലെ ഒരു ദിവസം കൂടെ അള്ളാഹു നമ്മൾക്ക് നൽകി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമ്മൾ പാരായണം ചെയ്തു തീർത്ത പേജുകളും ചൊല്ലിയ ദിക്റുകളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും കൊടുത്ത സദഖകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഏതു പ്രവർത്തനവും ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അത് അല്ലാഹു സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. അതിനാൽ എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അതിൻ്റെ ഒടുക്കം ആ കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഘടകമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും, നല്ല മനസ്സ് നേടിയെടുക്കാൻ സാധിക്കും, നല്ല മനുഷ്യനാകാൻ സാധിക്കും എന്നതൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ വിശ്വാസിക്ക് നൽകുന്ന ഒരു ബർക്കത്താണ് അവൻ്റെ മരണശേഷവും അവൻ ചെയ്ത നന്മയുടെ ബർക്കത്ത് നിലനിൽക്കും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹിദർ നബിയോടൊത്ത് പോകുന്ന ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പോകുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. അതിൽ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു മതില് കാണുകയും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്തിനാണ് നിങ്ങളത് ചെയ്തത് എന്ന് ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് അവിടെ പ്രസക്തം. വകാന അബൂഹുമാ സ്വാലിഹൻ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ. ആ രണ്ട് മക്കളുടെ ബാപ്പമാർ സ്വാലിഹുകളായിരുന്നു, നീതിമാന്മാരായിരുന്നു, നന്മ നിറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കൾക്കും അവരുടെ മരണശേഷം ആ കെൻസ് നിധി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി തൻ്റെ മക്കൾക്ക് അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്താൽ അതിൻ്റെ അനന്തരം മരണശേഷവും നിലനിൽക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ സംഭവം. അതേപോലെ തന്നെയാണ് തിന്മകൾ ജീവിതത്തിൽ ചെയ്താലും ആ തിന്മകൾക്ക് ചെറുതല്ലാത്ത പ്രയാസം നമ്മുടെ മരണത്തിന് ശേഷവും ഉണ്ടാവും എന്ന് നമുക്കറിയാം. മുൻകാലഘട്ടത്തിലെ ഓരോ സമൂഹങ്ങളും ആ സമൂഹങ്ങൾ നശിക്കാനുള്ള കാരണം ഓരോ സമൂഹത്തെയും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മയും ഉപ്പയുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? അള്ളാഹു വിലക്കിയത് അവർ ചെയ്തു. എന്തുകൊണ്ടാണ് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്ന ഇബ്ലീസിനെ ലോകത്തിലെ നികൃഷ്ടരിൽ ഏറ്റവും നികൃഷ്ടനാക്കുകയും ലോകത്തിലെ വികൃതമായ രൂപമുള്ളവരിൽ ഏറ്റവും വികൃത രൂപിയാക്കുകയും ലോകത്ത് ശപിക്കപ്പെട്ടവരിലെ ഏറ്റവും ശപിക്കപ്പെട്ടവനാക്കി മാറ്റുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ലോകാവസാനം വരെ ഈ ദുനിയാവിൽ ഇങ്ങനെ ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്നവനായി തീർക്കുകയും ചെയ്തതിൻ്റെ കാരണം അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു എന്നുള്ളതാണ്. ലോകത്ത് കഴിഞ്ഞുപോയ സകല സമുദായത്തെയും നമ്മൾ പരിശോധിച്ചാൽ അവർക്കെല്ലാം സംഭവിച്ചത് അത് തന്നെയാണ്. സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊടുങ്കാറ്റിനെ അയച്ചു. അവരിലെ നാൽക്കാലികളെ, അവരുടെ സസ്യലതാദികളെ, അവരുടെ കൃഷിയെ, അവരെ തന്നെ നിലംപൊത്തി ഭൂമിയിലേക്ക് നിലംപതിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തായിരുന്നു അവർ ചെയ്തത്? അല്ലാഹുവെ അവർ ധിക്കരിച്ചു. ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ മുക്കി നശിപ്പിച്ചത് എന്ത് കാരണത്താലാണ്?
അള്ളാഹുവിനെ ധിക്കരിച്ചതാണ് അതിൻ്റെ കാരണം. ബനൂ ഇസ്രായേലിനെ അത്രമേൽ അള്ളാഹു പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയത് എന്തിൻ്റെ പേരിലാണ്? അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. മാത്രമല്ല അള്ളാഹുവിനെ അവർ വെല്ലുവിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ പരിഹസിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വലിയ ശിക്ഷകൾ നൽകി അവരെ പരീക്ഷിച്ചു. എല്ലാ സമുദായങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ, അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവർക്ക് ശേഷം വന്ന തലമുറകൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം അവർ തെറ്റു ചെയ്തിരുന്നു, അള്ളാഹുവെ അവർ ധിക്കരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിന്മകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവലം യസീറു ഫിൽ അർളി ഫൽയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു, എന്നിട്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നു ഭവിച്ചതായ പ്രയാസങ്ങളെ നിങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. വമിനഹും, അവരിൽപ്പെട്ട ആളുകൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എന്താണ് അവർ ചെയ്യാനുള്ള കാരണം? വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. അവരൊക്കെ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരായിരുന്നു. സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കി എന്നല്ല പറഞ്ഞത്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി എന്നല്ല പറഞ്ഞത്, മറിച്ച് വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. അവർ സ്വന്തത്തോടെ അതിക്രമം പ്രവർത്തിച്ച, സ്വന്തത്തോടെ അക്രമം പ്രവർത്തിച്ച ആളുകളായിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന തിന്മ അത് സമൂഹത്തിൽ പ്രയാസം സൃഷ്ടിക്കും. നമ്മൾ ഒരു സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ലാ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം നന്നാവാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും മാറ്റുകയില്ല എന്നാണ്. ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും അല്ലാഹു മാറ്റില്ല, അവർ സ്വയം നന്നാവാതെ. അവർ നന്നാവണമെന്ന് അവർ വിചാരിക്കണം. മറിച്ച് തെറ്റുകളും തിന്മകളും മാത്രമായി ജീവിതത്തെ കൊണ്ടുപോയാൽ പ്രിയമുള്ളവരെ, അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഒരുപാട് തിന്മകൾ ചെയ്ത്, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഫിറഔനിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ഫിറഔനിന്റെ കുടുംബത്തിന് ഖബറിൽ രക്ഷയുണ്ടോ? ഇല്ല. എന്നും രാവിലെയും പകലും, എന്നും രാവിലെയും വൈകുന്നേരവുമായാൽ അവർക്ക് ഇങ്ങനെ നരകം കാണിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കും. എന്തേ കാരണം? ആ ജനത തൻ്റെ സമൂഹത്തോട് ചെയ്തതിൻ്റെ അനന്തരഫലമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബറിലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തിന്മ വരാതെ, തെറ്റ് വരാതെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു അവസ്ഥയില്ലാതെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, തിന്മകൾ, തെറ്റുകൾ അത് ജീവിതത്തിൽ അധികരിക്കുന്ന ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അതുമൂലം സമൂഹത്തിലുണ്ടാകുമെന്നാണ്, ഭൂമിയിലുണ്ടാകുമെന്നാണ്. ബഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ അനന്തരഫലമാണ് എന്നാണ്. അതിനെ വിശദീകരിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, അതിന്റെ കാറ്റ്, അതേപോലെ തന്നെ കൃഷി, അതേപോലെ തന്നെ വെള്ളം, എല്ലാത്തിനെയും വൽ മസാക്കീൻ, അവിടെ വസിക്കുന്ന ആളുകൾ, അവരെ എല്ലാം അത് ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം സ്വന്തത്തെ ഉപദ്രവിക്കാതിരിക്കുക. എങ്ങനെയാണ് നമ്മൾ സ്വയം സ്വന്തത്തെ ഉപദ്രവിക്കുക? ജീവിതത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട്. തിന്മകൾ ചെയ്യാൻ വലിയ ആസ്വാദനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഏത് കാലഘട്ടത്തിലും തിന്മ ചെയ്യാൻ പ്രത്യേക സുഖമാണ്. ഒരാൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മനുഷ്യന്റെ മനസ്സ് ആക്കം കൂട്ടും. അത് മനുഷ്യ മനസ്സിന്റെ പ്രകൃതമാണ്. പക്ഷെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. പ്രിയമുള്ളവരെ, തിന്മകൾ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചാൽ നമ്മുടെ മനസ്സ് കടുത്തുപോകും, നമ്മുടെ മനസ്സ് കടുത്തുപോകും. പിന്നെ എന്നും കേൾക്കാനും അതേപോലെ തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസിക വിശാലത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. പാറയിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയായിരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നന്മകൾ കയറാത്ത ഒരവസ്ഥ വരും. ഉപദേശങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പ്രയാസമുണ്ടാകും, മറ്റുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകും. അങ്ങനെയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തിന്മകളുണ്ട് എന്നാണ് അർത്ഥം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ ഓർമ്മശക്തി കുറഞ്ഞപ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോയി. തൻ്റെ ഉസ്താദായ വക്കീഇന്റെ അടുക്കലേക്ക് പോയി. ഒരു കവിതയിൽ അദ്ദേഹം അതിങ്ങനെ പറയുന്നുണ്ട്, ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി അലാ അൻ തർക്കിൽ മആസി. എന്നോട് പറഞ്ഞു, ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ആരാ പറയുന്നത്? ലോകം കണ്ട പണ്ഡിതൻ, ലോകം കണ്ട പണ്ഡിതൻ. ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ പഠിച്ചതൊക്കെ മറന്നു പോവാണ്. അപ്പോൾ പറഞ്ഞ മറുപടി, ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തിന്മകൾ ഉപേക്ഷിക്കണം. ഇമാം ഷാഫിഈയോട് തൻ്റെ ഉസ്താദ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ തിന്മകൾ ഉപേക്ഷിക്കണം. അറിയാതെ പോലും ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം കുറവാണ് മനുഷ്യന്.
ആ പണ്ഡിതനോട് പറഞ്ഞു തർക്കുൽ മാഅസി, തിന്മകൾ നീ ഉപേക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്ബറനി ബി അന്നൽ ഇൽമ നൂറുൻ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസിൻ. അള്ളാന്റെ അറിവ് അത് അള്ളാന്റെ പ്രകാശമാണ്. അറിവ് അള്ളാന്റെ പ്രകാശമാണ്. ഒരു ആസിക്ക്, ഒരു തിന്മ ചെയ്യുന്നവന് ആ പ്രകാശം അല്ലാഹു കൊടുക്കില്ല. അപ്പോൾ ഉപദേശങ്ങൾ, നന്മകൾ അത് അറിവാണ്, അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അത് ഹൃദയങ്ങളിലേക്ക് കയറാത്ത ഒരവസ്ഥ, ഒരു സാഹചര്യം പ്രിയമുള്ളവരെ തിന്മകൾ ജീവിതത്തിൽ ഉണ്ടായാൽ സംഭവിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഹിർമാന് സംഭവിക്കും. നമ്മൾ മുഹരിമായി പോകും. അത് വല്ലാത്ത ഒരവസ്ഥയാണ് മുഹരിമാവുക എന്ന് പറഞ്ഞൊരവസ്ഥ. മുഹരിമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കില്ല. പള്ളിയിൽ പോകണമെന്ന് തോന്നും, ബാങ്ക് കൊടുത്തു പള്ളിയിലേക്ക് ഇറങ്ങാൻ വിചാരിക്കും, പക്ഷേ കഴിയൂല. അജിസ് സംഭവിക്കും, കസില് സംഭവിക്കും. അജിസും കസിലും രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. കസിൽ എന്ന് പറഞ്ഞാൽ അവന് മടിയാണ്, പോവില്ല തീരെ. അജിസ് എന്ന് പറഞ്ഞാൽ അവന് പോകാനൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷേ മാനസികമായി അവന് കഴിയൂല. അതാണ് അജിസും കസിലും. ഇത് സംഭവിക്കും അവൻ്റെ ജീവിതത്തിൽ. പള്ളിയിൽ പോകണം തോന്നും, പക്ഷേ കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിക്കും. പിന്നെ സമയം നോക്കുമ്പോൾ ഇഖാമത്തിൻ്റെ സമയമായിട്ടുണ്ടാവും. എന്നാലും തിരിഞ്ഞ് പറഞ്ഞ് കളിച്ച് ആ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ 100 കാരണങ്ങൾ കണ്ടെത്തും. അത് കുറച്ചുകൂടി കിടന്നുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ മുഹരിമായി പോകുന്ന അവസ്ഥയാണ്. നമ്മൾ തടയപ്പെടുന്നവരായി പോകും. നന്മകൾ ജീവിതത്തിൽ നിന്ന് തടയപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ സംഭവിക്കും. നോമ്പ് നോക്കുമ്പോൾ വരെ നമ്മൾ അലസരായിരിക്കും. എല്ലാവരും നോക്കുന്നു, അതുകൊണ്ട് ഞാനും എന്നതിനേക്കാൾ അപ്പുറത്ത് ഹൃദയം കൊണ്ട് ആ നോമ്പിനെ സ്വീകരിക്കാൻ നമുക്ക് മാനസികമായി കഴിയില്ല. റമദാന്റെ 1 രാവിൽ നമ്മൾ നിയ്യത്താക്കിയിട്ടുണ്ടാകും, ഓരോ ദിവസവും ഓരോ ജുസ് ഞാൻ കംപ്ലീറ്റ് ആക്കും. അത് നമ്മൾ ടൈം ടേബിളൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊന്ന് നോക്കിയാൽ ഇന്ന് 3ാമത്തെ നോമ്പ് നമ്മൾ തുറന്നു. 3ാമത്തെ നോമ്പ് നമ്മൾ തുറന്നപ്പോൾ 3 ജുസ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ജീവിതത്തിൽ തിന്മകൾ കടന്നുകൂടി നമ്മൾ മുഹരിമായി പോയിട്ടുണ്ടോ? ജീവിതത്തിൽ തിന്മകൾ കടന്നുകൂടി മുഹരിമായി പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആ ഹിർമാൻ കൊണ്ട് അള്ളാന്റെ അടുക്കലേക്ക് പോയാൽ യാതൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളൊന്ന് വിലയിരുത്തുക. റമദാനായിട്ടും സംഗീതത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? വലിയ പ്രയാസമാണ്. റമദാനായിട്ടും സിനിമയുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണുന്നതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് സാധിക്കുന്നില്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. റമദാൻ മാസമായിട്ടും മുഖത്ത് വെക്കുന്ന ബ്ലേഡൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ബിരിയാണിക്ക് മീതെ വസ്ത്രം കയറുന്നില്ലേ? വലിയ പ്രയാസമാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ആ റമദാൻ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ജീവിതത്തിലുള്ളത്? ആ റമദാൻ കൊണ്ട് എന്ത് പ്രയോജനം നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹ് നമ്മളെ ഒഴിവാക്കി കളയും. പ്രിയമുള്ളവരെ, അല്ലാഹ് നമ്മളെ ഒഴിവാക്കി കളയും. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഫഅസ്സു അലൈഹി ഇസ്മുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പ്രതാപം കൊണ്ട് ഉയർത്തും. എന്താ അവർക്ക് പ്രതാപം കൊടുക്കാനുള്ള കാരണം? ഇസ്മത്താണ് അവരുടെ. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ അവർ തിന്മകളിൽ നിന്ന് മുക്തരാണ്. അവർ മുക്തരാണ്. തിന്മ ചെയ്യാൻ അവർക്ക് സാഹചര്യം ഉണ്ടായിട്ടും അവർ ചെയ്യാതെ പിടിച്ചു വെക്കും. എന്തേ കാരണം? നമ്മളൊന്ന് ആലോചിക്കുക. വളരെ സിമ്പിളായി, റമദാൻ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹലാലായ ഭക്ഷണം പോലും നമ്മൾ പിടിച്ചു വെക്കുന്നു. നല്ലോണം ദാഹിച്ച് വറ്റി വരണ്ട് തലവേദന എടുത്ത് തൊണ്ട വരണ്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അത്രയും ആശ്വാസമാകുന്ന ഘട്ടത്തിലും ആ വെള്ളം മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ടും കുടിക്കാതെ നമ്മൾ പിടിച്ചു വെച്ചു. നമ്മൾക്ക് ഒരു തിന്മ ജീവിതത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ വലിയ താഴ്ചയാണ് എന്ന് തിരിച്ചറിയുക. എത്രയോ വലിയ അധപ്പതനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മകളെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിക്കണം. തിന്മകൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തിന്മ അത് സ്ഥിരമായി ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലെ, കബായിറുകളെ കുറിച്ച് നമുക്കറിയാം. കബായിറുകൾ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻപാപങ്ങളെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ച് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതൊക്കെ വൻപാപമാണ്. ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതൊക്കെ വൻപാപമാണ്. രണ്ടാമത്തത്, ഒരു തിന്മ അതെത്ര ചെറുതാണെങ്കിലും അത് ജീവിതത്തിൽ നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ യുഗയ്യിറു സഗീറഹു കബീറ, അത് സഗീറായത് ചെയ്യും, അതിനെ മാറും. എങ്ങനെ? കബീറ, അത് വൻപാപമായി മാറും. ഒരു ചെറിയ പാപമാണ്, പക്ഷേ ആ ചെറിയ പാപം നിരന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കബായിറുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ വൻപാപങ്ങളിലേക്ക് അതും എണ്ണപ്പെടും എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ വൻപാപങ്ങളിലേക്ക് അതും എണ്ണപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ ആ നരകം ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ
ഒരിക്കൽ പോലും ജീവിതത്തിൽ തിന്മ അവർ തൊട്ടു തീണ്ടില്ല എന്നാണ് അധ്യാപനം. ആ നരകത്തെക്കുറിച്ച് അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു. കല്ലുകളും മനുഷ്യരും വിറകുകളാകുന്ന നരകമാണ്. മനുഷ്യന്മാരിങ്ങനെ ബന്ധുരുകുന്ന, അവരുടെ തലച്ചോറ് തിളച്ചു മറയുന്ന രൂപത്തിൽ അവരിങ്ങനെ കത്തിയെരിയുന്ന നരകം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ നമ്മൾ ഓതിയതാണ്, നമ്മൾ കേട്ടതാണ്, 100,000 വട്ടം നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, അത് ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. എന്ന് അള്ളാഹിനോട് വിലപിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രിയമുള്ളവരെ ഒന്ന് മടക്കിത്താറപ്പേ. ഞാൻ ഉപേക്ഷ വരുത്തിയ നന്മകൾ ഒരുപാടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് നന്മകളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാം. എന്നെ ഒന്ന് വെറുതെ വിട്, ഒന്നുകൂടെ ആ ദുനിയാവിലേക്ക് കുറച്ച് സമയം, കുറച്ച് നേരം, കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂറുകൾ. അല്ല ഇന്നഹ കലിമത്തുൽ ഹുവ ഖായിലുഹ, അതൊരു വർത്താനാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വരെ അല്ലാഹ് നമ്മൾക്ക് പറഞ്ഞു തന്നു. അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വരെ, നമ്മൾ പറയാൻ പോകുന്നത് വരെ അല്ലാഹ് നമുക്ക് ഇന്ന് പറഞ്ഞു തന്നു. എന്നിട്ടും ചിന്തിക്കാനും മനസ്സിലാക്കാനും പിന്മാറാനും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ചികിത്സ വേണ്ടത് ആ ഹൃദയത്തിനാണ്. ഏതൊരു തിന്മയാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കാത്തത്, അത് മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സാഹചര്യം ഒഴിവാക്കുക. മൊബൈൽ ഫോണാണ് പ്രശ്നം, മാറ്റിവെക്കാം. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇല്ലെങ്കിലും ജീവിക്കാം, വാട്സപ്പ് ഇല്ലെങ്കിലും ജീവിക്കാം, 4 ആൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ജീവിക്കാം. പക്ഷേ ഒരു തിന്മ കൊണ്ട്, ഇത് കാരണം ഒരു തിന്മ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 1000 കോളുകൾ വരുന്നതിനേക്കാൾ, 100,000 മെസ്സേജുകൾ വരുന്നതിനേക്കാൾ, 10-100 ഗ്രൂപ്പുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ഫോണങ്ങ് മാറ്റിവെക്കലാണ്. കാരണം ആ കോളുകൾ നാളെ നമ്മൾ ഖബറിലെത്തുമ്പോൾ, അത് കഴിഞ്ഞ ഖിയാമത്ത് നാളിൽ നമ്മൾ വിളിച്ച ആളുകളൊക്കെ നമ്മളെ കാണും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഗ്രന്ഥം വരുമ്പോൾ, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ അവർ ചോദിക്കും, എന്തേ ഇയാൾ ഇങ്ങനെ? ഞങ്ങളെ വിളിച്ചവനാണ്, ഉപദേശിച്ചവനാണ്, പറഞ്ഞവനാണ്, പക്ഷേ അവൻ്റെ ഇടത്തെ കയ്യിലാണ് ഗ്രന്ഥം ലഭിച്ചത്. ഇങ്ങനെ ഒരു തെറ്റവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമാണ് കാര്യം. അതുകൊണ്ട് എന്താണോ തിന്മക്കുള്ള സാഹചര്യം അതിനെ ഒഴിവാക്കുക. ഒറ്റയ്ക്ക് നിൽക്കലാണോ ഒഴിവാക്കുക, നമ്മുടെ കൂട്ടുകെട്ടാണോ ഉപേക്ഷിക്കുക. ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ളത് സ്വർഗമാണ്. അത് നഷ്ടപ്പെട്ടാൽ പ്രിയമുള്ളവരെ പിന്നെ ദുനിയാവിലെ മുഴുവനും കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സൗഹൃദമാണോ നമ്മുടെ തിന്മയിലേക്ക് നയിക്കുന്നത്, ഒഴിവാക്കുക. നമ്മുടെ മൊബൈൽ ഫോണാണോ പ്രശ്നം, അത് ഒഴിവാക്കുക. വീട്ടിൽ കേബിൾ കണക്ഷൻ ഉണ്ട്, അതാണോ പ്രശ്നം, അത് ഒഴിവാക്കുക. എന്താണോ ജീവിതത്തിൽ നമ്മളുടെ ആ തിന്മയെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾക്ക് തടസ്സം, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു മടിയും നമ്മൾ കാണിക്കണ്ട. കാരണം അതുകൊണ്ട് ജീവിതത്തിൽ നേട്ടമല്ലാതെ ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമ്മൾക്കുണ്ടാവുക. അതുകൊണ്ട് ഗൗരവത്തിൽ തിന്മകളെ ജീവിതത്തിൽ വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. ഒരു തെറ്റ് ചെയ്തു, അതോടുകൂടിയാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ ജീവിതത്തിൽ അപകടം മറ്റൊന്നും വരാനില്ല. ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ അതിനോളം വലിയ അപകടം, അതിനോളം വലിയ വഷളത്തരം ജീവിതത്തിൽ മറ്റൊന്നും വരാനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം അള്ളാഹ് നമ്മളുടെ അടുത്തേക്ക് ഉണ്ടാവും. എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ കൂടെ ഞാനുണ്ട്. എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ചോദിച്ചാൽ അവൻ്റെ കൂടെ ഞാനുണ്ട്. റബ്ബിനെ സ്നേഹിച്ചാൽ, റബ്ബിനെ അനുസരിച്ചാൽ, റബ്ബിനെ ത്വാഅത്തോടുകൂടി റബ്ബിനെ സൂക്ഷിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നന്മയും തിന്മയും വേർതിരിച്ച് നൽകും. നമ്മൾ തഖ്വയുള്ള ആളുകളാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ നിരന്തരം ചോദിക്കുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ആളുകളാണെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മകളെ ജീവിതത്തിൽ സഗൗരവം നമ്മൾ സൂക്ഷിക്കുക. സഹാബാക്കൾ ജീവിതത്തിൽ ഒരു തിന്മ, ഒരു നിസാരമായ ഒരു തിന്മ ജീവിതത്തിൽ വരുന്നതിനെ അവരുടെ ശരീരത്തിലേക്ക് വലിയ മല ഇടിഞ്ഞു പോകുന്നതിനോളം ഗൗരവത്തിൽ അവർ കണ്ടിരുന്നു. ഇനിയൊരു സമുദായം വരും, അവരുടെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ വരുന്നത് ശരീരത്തിൽ നിന്ന് ഒരു രോമം പോകുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ കാണുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് മാതൃകയാകേണ്ടത് ആ സ്വഹാബാക്കളാണ്. അവരെത്രത്തോളം തിന്മകളെ ഗൗരവത്തിലെടുത്തോ അത്രത്തോളം തിന്മകളെ ഗൗരവത്തിലെടുക്കാനും, ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല എന്ന് തിരിച്ചറിയാനും, അതുമൂലം നമ്മൾ നാവിനെ അടക്കാനും